സന്യാസി ശ്രേഷ്ഠന്മാരെ, ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സത്ര സമിതിയുടെ ഭാരവാഹികളെ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഭാഗവത സത്രം സമാപിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുപോരുന്നത് ഇത്തരം ഭാഗവത സപ്താഹവേദികളും മറ്റു തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു തരത്തിലുമുള്ള സഹായം ലഭിക്കാൻ ഇടയില്ലാത്തതുമായ സാംസ്കാരിക വേദികളാണ്. സന്യാസാശ്രമങ്ങൾ നമുക്ക് ചരിത്രത്തിൻ്റെ ആരംഭം കുറിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ നമ്മുടെ ആദിമ സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രകാരന്മാർ അത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാവ് സ്പന്ദീഭൂതമായി നിലനിർത്തിപ്പോന്നത് ആശ്രമങ്ങളും സന്യാസിമാരും അവരുടെ നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുമാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഗ്രന്ഥിസ്പന്ദം, നാഡീസ്പന്ദം തുടിക്കുന്നത്, നാഡീസ്പന്ദത്തിൻ്റെ ഊഷ്മളത അനുഭവപ്പെടുന്നത് ഇത്തരം വേദികളിലാണ്. ഭാഗവതത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഒരു വിഷയം ഉണ്ട്. ആ വിഷയം എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. നോട്ടീസ് ഒരുപക്ഷെ അയച്ചു തന്നിരിക്കും, അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജ്ഞാനദർശനം. അതൊരു ആവശ്യമില്ലാത്ത വിഷയമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ഗ്രഹപ്പഴ സമയത്ത് വേറെയും ധാരാളം വിഷയങ്ങളുണ്ട്. ജ്ഞാനദർശനം ഭക്തിഭാവത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ദാർശനിക പ്രതിഭകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫിലോസോഫിക്കൽ ജീനിയസസ് എന്ന പുതിയ ബഹുവചന പ്രയോഗമുണ്ട്. പക്ഷെ അതൊരു ലാറ്റിൻ പദമായതുകൊണ്ട് അവരുടെ ബഹുവചനം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഒരു രാഷ്ട്രത്തിൻ്റെ ദാർശനിക പ്രതിഭകൾ അല്ലെങ്കിൽ ജ്ഞാന സംഹിതയ്ക്ക് രൂപം നൽകുന്ന സർവജ്ഞത അവകാശപ്പെടാവുന്ന ചിന്താ, ധ്യാന, മനന, നിധിധ്യാസൈക നിരതന്മാരായ ഋഷിപ്രമുഖന്മാർക്ക് വെറുതെ ഒരു ജ്ഞാനദർശനം ഉണ്ടാവുകയില്ല. ജ്ഞാനദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സയൻസ് ഓഫ് നോളജ് എന്നാണ്. ഇപ്പോൾ അറിവിൻ്റെ ശാസ്ത്രം എന്ന നിലയിലല്ല രൂപപ്പെട്ടു വരുന്നത്. അറിവിൻ്റെ ശാസ്ത്രത്തിൻ്റെ
വ്യാപ്തിയെ മുഴുവൻ സമാഹരിച്ച് കേന്ദ്രീകരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഏകൈകമായ ഒരു ബിന്ദു ഉണ്ടായിരിക്കും. ആ ബിന്ദുവിൽ തങ്ങളുടെ പ്രതിഭ ചെന്ന് ആ ബിന്ദുവിൻ്റെ സർവസ്വത്തെയും സാക്ഷാത്കരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ജ്ഞാനദർശനത്തിന് കാരണമായ കോസ്മോളജിക്ക് രൂപീഭാവം ഉണ്ടാവുന്നത്. അപ്പോൾ ജ്ഞാനദർശനം എന്നത് നമ്മുടെ ഋഷിമാരുടെ, നമ്മുടെ ചിന്തകന്മാരുടെ, നമ്മുടെ ദാർശനികന്മാരുടെ, നമ്മുടെ ജ്ഞാനികളുടെ കോസ്മോളജിയുടെ അഥവാ പ്രപഞ്ചശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. കോസ്മോളജി എന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഫിസിസിസ്റ്റുകളുടെ ഇടയിൽ, ഫിസിസിസ്റ്റുകൾ, ഊർജ്ജതന്ത്രജ്ഞന്മാർ, യൂറോപ്യനും അമേരിക്കനുമായ ഊർജ്ജതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ വളരെ ശാസ്ത്രീയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനസംഹിതയാണ്. ഭാരതത്തിൽ ഭാഗ്യവശാൽ ഋഗ്വേദത്തിൽ ആദ്യം രൂപപ്പെട്ടു വന്നത് ഈ പ്രപഞ്ചശാസ്ത്രമാണ്. അതിന് ഖഗോള ജ്ഞാനസംഹിത എന്ന് തന്നെയാണ് പേര്. കോസ്മോ എന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഗ്രീക്ക് പദമാണ്. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ പൊതുവെ യൂറോപ്യൻ ഭാഷകളിൽ ഉപയോഗിച്ചു വരുന്ന എല്ലാ ജ്ഞാനസംഹിതാപരമായ സംജ്ഞകൾ, ടെക്നിക്കൽ ടേംസ്, ലാറ്റിൻ ഭാഷയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിലും ലാറ്റിൻ ഭാഷയിലേക്ക് അത്തരം ജ്ഞാനമീമാംസാ സൂചകമായ പദങ്ങളെല്ലാം യൂറോപ്പിലെ ആദ്യത്തെ വികസിത ഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കോസ്മോ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. അതിന് ഖഗോളം എന്ന് സംസ്കൃതത്തിൽ അർത്ഥമാണ്. ഖ എന്ന് വെച്ചാൽ ആകാശമാണ്. ഖ എന്നത് അകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനമാണ് സംസ്കൃതത്തിൽ. നമുക്ക് ഭാഗവതത്തിൻ്റെ പഠനത്തിൽ വ്യാകരണം വളരെ ആവശ്യമുള്ളതാണെങ്കിലും സാധാരണ വ്യാകരണ ശാസ്ത്രത്തിൻ്റെ ആശയപരമായ പശ്ചാത്തലം ഭാഗവതത്തിൽ എങ്ങനെ എന്ന് ആലോചിക്കാറില്ല. ഇംഗ്ലീഷിലേതുപോലെയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള യൂറോപ്യൻ ഭാഷകളിലേതുപോലെയോ ഉള്ള ഒരു വ്യാകരണമല്ല സംസ്കൃത ഭാഷയ്ക്കുള്ളത്. വ്യാകരണം തന്നെ ഒരു ശാസ്ത്രമായി വളർന്നിട്ടുള്ള ഭാഷയാണ് സംസ്കൃതം. സംസ്കൃതത്തിൻ്റെ ഈ സവിശേഷത നമ്മുടെ വർത്തമാനകാലത്തെ ജനങ്ങളുടെ ഉദാരമായ ഭാഗ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അത് മനസ്സിലാക്കിയാലേ ജീവിച്ചിരിക്കാൻ പറ്റൂ എന്നില്ലാത്തതുകൊണ്ട് അത് മനസ്സിലാക്കിയേ കഴിയൂ എന്നില്ല. പക്ഷെ വ്യാകരണം ഒരു ശാസ്ത്രമാവുക എന്നത് ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ സംഗതിയല്ല. ഒരു ഭാഷ
ലോകത്തിലെ ഏത് തരത്തിലുള്ള ആശയവും സംശയരഹിതമായി ആശങ്കാരഹിതമായി കൈകാര്യം ചെയ്യത്തക്ക വിധത്തിലുള്ള സമസ്ത പദബാഹുല്യ സമ്പൂർണത, അതിൽ നിന്നാണ് ഒരു ഭാഷ അതിൻ്റെ ശാസ്ത്രീയമായ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ശാസ്ത്രീയമായ അതിർത്തികൾക്ക് പിന്നീട് വികസിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സമ്പൂർണമായ വികാസമുണ്ടാകുമ്പോഴാണ് അത് പിന്നീട് പുനഃപരിശോധിക്കേണ്ടാത്ത വിധത്തിലുള്ള ശാസ്ത്രമായി പരിവർത്തനം ചെയ്യുന്നത്. അപ്രകാരം വ്യാകരണം മഹത്തായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്വന്തമായ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടിരിക്കുന്ന ഭാഷയാണ് സംസ്കൃതം. സംസ്കൃത ഭാഷയ്ക്ക് ഏറ്റവും ഒടുവിൽ സമ്പൂർണമായ വ്യാകരണ നിയമസംഹിത രചിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. ഇന്ന് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന ലോക പ്രശസ്തമായ സ്ഥാപനത്തിൽ വടക്കേ അമേരിക്കയിലുള്ള US-ലുള്ള ആ എല്ലാ വിഷയങ്ങളെയും ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന വലിയ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഒരു വിഭാഗത്തിൻ്റെ പേരാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും മഹത്തായ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതും ആ ക്യാമ്പസിലാണ്. നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന എല്ലാത്തരം ക്യാൻസറുകളെയും സംബന്ധിച്ച് വിപുലമായ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന NCI എന്ന ലോകപ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ട്, മെഡിക്കൽ സയൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും ഇതേ ക്യാമ്പസിലാണ്. ഈ ലിംഗ്വിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനേകം ഭാഷാശാസ്ത്രജ്ഞന്മാർ നേരത്തെ സൂചിപ്പിച്ച പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി എന്ന പ്രശസ്തമായ ഗ്രന്ഥം, നാം പാണിനീയം എന്നുച്ചരിക്കുന്ന, എന്നാൽ പാണിനീയം എന്ന പേര് ഗ്രന്ഥകർത്താവ് നൽകിയിട്ടില്ലാത്ത അഷ്ടാധ്യായി 8 അധ്യായങ്ങളിലായി ഏതാണ്ട് 4000-ഓളം വരുന്ന ചെറിയ ചെറിയ സൂത്രവാക്യങ്ങളിൽ കുറിച്ചിട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭാഷാശാസ്ത്രപരവും വ്യാകരണപരവും അർത്ഥവ്യതിയാനപരവുമായ ഭാഷാ നിയമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് പാണിനീയം എന്നും കൂടി പറഞ്ഞു വരുന്ന അഷ്ടാധ്യായി. വ്ളാഡിമർ ഇല്ലിയിച്ച് പ്രോപ്പ് എന്ന ലോകപ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ പാണിനി മഹർഷിയുടെ ഗ്രന്ഥത്തെ, വ്യാകരണ ഗ്രന്ഥത്തെ വിളിച്ചത് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഗണിതശാസ്ത്ര ഗ്രന്ഥം എന്നാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിച്ചത്. ഇപ്പൊ ഗണിതശാസ്ത്ര തത്വങ്ങളുടെ മുകളിൽ, ഗണിതശാസ്ത്ര തത്വങ്ങളുടെ ബലിഷ്ഠമായ അടിസ്ഥാനത്തിൽ ഒരു ഭാഷയുടെ വ്യാകരണത്തിന്, ഒരു ഭാഷയുടെ ചിന്താപരമായ അന്യൂനമായ സമ്പൂർണമായ സമഗ്രമായ ദർശനത്തിന് ഗണിതശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളുടെ ബലിഷ്ഠമായ അസ്ഥിവാരത്തിൽ വ്യാകരണം രചിച്ചു വച്ചിരിക്കുന്നു
യേശുദേവൻ ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ മഹാനായ ഒരു ഋഷി, അദ്ദേഹത്തെക്കുറിച്ച് ചില പരിഹാസവാക്യങ്ങളല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന പട്ടണത്തെക്കുറിച്ചോ ഗ്രാമത്തെക്കുറിച്ചോ നമുക്ക് യാതൊരു വിവരവുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ വിവരമോ പിന്നീട് ഭാരതത്തിൽ വരാൻ പോകുന്ന തലമുറകൾ അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടേ ഇല്ലാത്തതുകൊണ്ട് വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ രചനയല്ലാതെ തന്നെക്കുറിച്ച് ഒന്നും ആ മഹാനായ ത്യാഗിയായ ഋഷി അതിൽ പരാമർശിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഭഗവാൻ വ്യാസൻ പോലും അദ്ദേഹം രചിച്ച കഥ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടി കഥയാകയാൽ തന്നെ സംബന്ധിക്കുന്ന ജീവചരിത്രപരമായ ചില പരാമർശങ്ങൾ അദ്ദേഹം മഹാഭാരതത്തിൻ്റെ സംഭവ പർവത്തിലെ വ്യാസോത്പത്തി എന്ന ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും മഹാഭാരതത്തിൻ്റെ കർത്താവിനെ കുറിച്ച്, രചയിതാവിനെ കുറിച്ച്, അതെഴുതിയ മഹാകവിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ ലോകത്തിലെമ്പാടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നാർക്ക് ഇന്നാരിലുണ്ടായ പുത്രനാണ് ഞാൻ എന്ന് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ഒരു സംശയത്തിനും ഇടവരാത്ത വിധത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും പണ്ഡിതന്മാരും ഇൻഡോളജിസ്റ്റുകളും തമ്മിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നാമധേയത്തെക്കുറിച്ചും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെക്കുറിച്ചും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുമൊക്കെ പ്രതിവാദങ്ങളിലും തർക്ക വിതർക്കങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, സംസ്കൃത ഭാഷയ്ക്ക് ലോകത്തിലെ മറ്റൊരു ഭാഷയ്ക്കുമില്ലാത്ത വിധത്തിൽ സമഗ്രവും സമ്പൂർണവുമായ ഒരു വ്യാകരണശാസ്ത്രമുണ്ട് എന്നതാണ്. ഈ വ്യാകരണശാസ്ത്രം നാം ഭക്തി കാവ്യമെന്നും ഭാഗവത ധർമ്മമെന്നും വിശേഷിപ്പിക്കുന്ന ഭാഗവത ധർമ്മത്തിൻ്റെ പ്രവചനം, വിവരണം, വിശദീകരണം എന്നും വിശേഷിപ്പിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ രചനയിൽ അതിൻ്റെ രചയിതാവ്, അതെഴുതിയ കവി, അതെഴുതിയ ഋഷി, അതെഴുതിയ ജ്ഞാനി, അതെഴുതിയ യോഗി എത്രമാത്രം പ്രയോഗിച്ചിട്ടുണ്ട് ഈ വ്യാകരണ ശാസ്ത്രത്തിൻ്റെ അതുല്യമായ പ്രഭാവത്തെ എന്നതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടന്നിട്ടില്ല. ചില സാഹിബന്മാർ അതിൽ പ്രയുക്തമായ ജിയോളജിയെക്കുറിച്ചും ആണവശാസ്ത്രത്തെക്കുറിച്ചും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭാഗവതത്തിൽ അണു എന്നാൽ എന്താണ്, അണുവിന് പിന്നീട് ഏതെല്ലാം തരത്തിലുള്ള പരിണാമങ്ങളുണ്ടായി, ആ പരിണാമങ്ങളുടെ ഫലമായി പ്രപഞ്ചത്തിൽ 85 കോടി ജീവവർഗങ്ങൾ ഉണ്ടാവുകയും ആ ജീവിവർഗങ്ങൾക്ക് മറ്റ് ഏതെല്ലാം തരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും അത്തരം നിരന്തരമായ പരിവർത്തനങ്ങളുടെയും ദശാപരിണാമങ്ങളുടെയും ഫലമായി ഇന്ന് കാണുന്ന വൈവിധ്യം നിറഞ്ഞ ഈ ദൃശ്യമായ പ്രപഞ്ചം എപ്രകാരം രൂപപ്പെട്ടു വന്നു എന്നതിനെയും സംബന്ധിക്കുന്ന ഒരു ആണവശാസ്ത്രം നാം ഭക്തികാവ്യം എന്ന് ധരിക്കുന്ന മഹാഭാരതത്തിലെ, പ്രധാനമായും മഹാഭാരതത്തിലെ കൗരവ പാണ്ഡവന്മാരുടെ കഥയെടുത്ത് കൈകാര്യം ചെയ്യുന്ന
ഈ മഹാശാസ്ത്ര ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഋഗ്വേദത്തിലെ ഋഷിമാർ ലോകത്തിൽ ജ്ഞാനത്തിൻ്റെ പ്രഭാവം, ശാസ്ത്രത്തിൻ്റെ പ്രഭാവം, യുക്തിചിന്തയുടെ സമാരംഭം കുറിക്കപ്പെടുന്നതിനും 6000 വർഷങ്ങൾക്കെങ്കിലും മുൻപ് ഋഗ്വേദത്തിലെ ആദിമ പടലങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന പ്രപഞ്ചശാസ്ത്രത്തിന്, പ്രപഞ്ചോൽപ്പത്തി ശാസ്ത്രത്തിന്, പ്രപഞ്ചത്തിൻ്റെ പ്രായത്തിൻ്റെ ശാസ്ത്രത്തിന് ഒരു വിധത്തിലുമുള്ള സംശയത്തിന്, ആശങ്കയ്ക്ക്, സന്ദേഹത്തിന് ഇടയില്ലാത്ത വിധത്തിൽ സുനിശ്ചിതമായി, സുനിർണീതമായി അതിൻ്റെ തത്വങ്ങൾ ആവിഷ്കരിച്ച് ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ജീവി വർഗത്തിന്, അതും വിശേഷബുദ്ധിയുള്ള ഒരു ജീവിവർഗത്തിന്, അതായത് മനുഷ്യർക്ക് ഏതേതെല്ലാം ജ്ഞാനസംഹിതകൾ ആവശ്യമാണോ ആ ജ്ഞാനസംഹിതകളുടെയെല്ലാം ആദിമ രൂപം മന്ത്രപ്രായത്തിൽ, മന്ത്രരൂപത്തിൽ ഋഗ്വേദത്തിൽ ആവിഷ്കരിച്ചു വച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിൽ ആവിഷ്കരിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, ഋഗ്വേദത്തിലെ ഋഷികളുടെ ഭാവനയ്ക്ക് വിധേയമായിട്ടില്ലാത്ത ഒരു ജ്ഞാനശാഖയും ലോകത്തിൽ ഇന്നുവരെ, ഈ പാർട്ടിക്കിൾ ഫിസിക്സ് ഉൾപ്പെടെ ലോകത്തിൽ ഇന്നുവരെ വളർന്നു വന്നിട്ടില്ല. മാത്തമാറ്റിക്കൽ സിംബലിസം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ റോക്കറ്റും മറ്റും വിക്ഷേപിക്കുന്നത് മറ്റ് ഗോളങ്ങളിലേക്ക്, ചൊവ്വയിലേക്ക്, പിന്നെ ചന്ദ്രനിലേക്ക്. മിക്കവാറും അവിടം കൊണ്ടൊക്കെ നമ്മുടെ ഈ റോക്കറ്റ് വിക്ഷേപണം അവസാനിക്കും. അതിനപ്പുറത്തേക്കൊന്നും വിക്ഷേപിക്കാൻ സാധ്യമല്ല. അതുതന്നെയും നമുക്ക് വളരെ കാലത്തേക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കുമോ എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാർ തന്നെ ആശങ്കാകുലരാണ്. അപ്പൊ ഇന്ന് നാം കാണുന്ന നൂതന തരത്തിലുള്ള ശാസ്ത്രീയമായ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി പ്രപഞ്ചത്തിലെ, മഹാപ്രപഞ്ചത്തിലെ ഗോളങ്ങളുടെ പ്രവർത്തന വസ്തുതകളെ സംബന്ധിക്കുന്ന തത്വങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ഋഷിമാർ ഉപയോഗിച്ച ഒരേ ഒരു വിദ്യ അവരുടെ സംയമ വിദ്യയാണ്. ചെന്നു കാണുകയല്ല, ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഒരു വസ്തു എവിടെ സ്ഥിതി ചെയ്യുന്നുവോ അവിടെ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ വസ്തുസ്ഥിതി തത്വം എന്താണ് എന്ന് അനുമാനിച്ചും അതിനുശേഷം സാക്ഷാത്കരിച്ചും അറിയുന്ന സംയമ വിദ്യ എന്നത് ലോകത്തിൽ മറ്റാർക്കും കൈവരിക്കാൻ സാധിക്കാത്ത അതുല്യമായ ഒരു അന്വേഷണ ഗവേഷണ വിദ്യയാണ്. നമ്മുടെ കാലത്ത് അത് അറിയുന്നവർ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ വളരെ ചുരുങ്ങും. അപ്പൊ ഈ സംയമ വിദ്യ ഉപയോഗിച്ച് രചിച്ചിട്ടുള്ള ഒരു പ്രപഞ്ചശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഗവതത്തിലെയും ഭാരതത്തിലെയും ജ്ഞാന ദർശനം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ ദർശനം എന്നാൽ ജ്ഞാനത്തിൻ്റെ ശാസ്ത്രം എന്നാണ്. എന്തിനാണ് ജ്ഞാനത്തിൻ്റെ ശാസ്ത്രം ആളുകൾ അറിഞ്ഞിരിക്കേണ്ടത്? അങ്ങനെ ഒരു ശാസ്ത്രം, ജ്ഞാനശാസ്ത്രം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ലാഭചിന്തയില്ലാതെ മനുഷ്യന് ഒന്നും സങ്കല്പിക്കാൻ വയ്യാത്ത ദുരന്തപൂർണമായ ഒരു വർത്തമാനകാല പരിതോവസ്ഥയിലൂടെയാണ്
ലോകത്തിലെ രാഷ്ട്രങ്ങൾ എല്ലാം കടന്നു പോകുന്നത്. നമ്മുടെ രാഷ്ട്രം മാത്രമല്ല. ഈ കടന്നുപോക്ക് വലിയ ഒരു അത്യാഹിതത്തിൽ ചെന്ന് കലാശിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ആവശ്യമില്ല. അപ്പോൾ അപ്രകാരം ഒരു അത്യാഹിതത്തിൽ ചെന്ന് പ്രപഞ്ചം ഇടിച്ചു തകർന്ന്, വ്യാപ്തി നിർണയിക്കാൻ വയ്യാത്ത ഈ പ്രപഞ്ചം ഇടിച്ചു തകർന്ന് നിലച്ചു പോകുന്നതിന് മുമ്പ് പ്രപഞ്ച ജീവിതത്തിൽ വരുത്തേണ്ടുന്ന പരിഷ്കാരങ്ങൾ, വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, വരുത്തേണ്ടുന്ന ത്യാഗപൂർണമായ അതിൻ്റെ അന്തർഭാവ സംശുദ്ധി എന്നിവ എന്ത് എന്ന് കണ്ടുപിടിക്കുന്നതിന് നമ്മെ സഹായിക്കാനുള്ള, നമ്മുടെ ഭാവിയിലേക്ക്, ശുഭകരമായ ഭാവിയിലേക്ക് നമ്മെ സഹായിക്കാനുള്ള ഏകൈകമായ ഒരു പ്രകാശ കുംഭഗോപുരമാണ് ഈ ജ്ഞാനശാസ്ത്രം. അത് ലോകത്തിൽ മറ്റെവിടെയും ലഭ്യമല്ല. അത് ഭാരതത്തിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ലോകത്തിൽ മറ്റുള്ളിടത്തെല്ലാം, മറ്റു രാജ്യങ്ങളിലെല്ലാം ബയോളജിയും എന്നുവെച്ചാൽ നാച്ചുറൽ സയൻസ്, പ്രകൃതിശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള ഭൗതിക ശാസ്ത്രങ്ങളും വികസിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ സുഖശാസ്ത്രം, ആധ്യാത്മികമായ സുഖത്തിന്റെ ശാസ്ത്രം, യൂത്തനിക്സ് എന്ന് പറയും. EUTHENICS, യൂത്തനിക്സ്. യൂത്തനിക്സ് എന്ന് പറയുന്ന സർവജീവി സുഖ സമൃദ്ധി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം സർവജീവികൾക്കും ഒരേപോലെ അവരവരുടെ ജീവിതത്തിൻ്റെ തോതനുസരിച്ച് സുഖം ലഭിക്കുന്നതിന് വേണ്ടി കുറ്റമറ്റ രീതിയിൽ സമഗ്രീകരിച്ചിരിക്കുന്ന, രൂപീകരിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രം ലോകത്തിൽ മറ്റെവിടെയും ലഭ്യമല്ല. അങ്ങനെ അത് ലോകത്തിൽ മറ്റെവിടെയും ലഭ്യമല്ല എന്ന വിവരം ലോകത്തിനും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ശാസ്ത്രം ലഭിച്ച നമ്മുടെ ജനതയ്ക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ജനതയ്ക്ക് അനാവശ്യമായ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. ആവശ്യമുള്ള രാഷ്ട്രീയമല്ല. ആവശ്യമുള്ള രാഷ്ട്രീയമാണ് ജനാധിപത്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. അതിൻ്റെ താത്വികമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പ്രായോഗികമായ അർത്ഥത്തിലെങ്കിലും അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. രണ്ട് രാജവംശങ്ങളാണ് നമുക്ക് ജനാധിപത്യത്തിലുള്ളത്. ഒന്ന് വലതു മുന്നണിയുടെയും ഒന്ന് ഇടതു മുന്നണിയുടെയും. എന്തായിരിക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ രാഷ്ട്രീയമെന്ന്, അല്ലെങ്കിൽ സൈദ്ധാന്തിക പ്രായോഗിക രാഷ്ട്രീയ ദർശനം എന്ന് ഭാരതത്തെ ബോധ്യപ്പെടുത്താനാണ് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കഥ ശ്രീമദ് മഹാഭാഗവതത്തിൽ വ്യാസനല്ല, മഹാഭാഗവതം രചിച്ച മഹാനായ ഋഷി, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു താല്പര്യവുമില്ല. പിന്നെ നാം കേട്ടിട്ടുള്ള പേരുകളൊന്നും നമ്മുടെ ഋഷിമാരുടെ യഥാർത്ഥത്തിലുള്ള പേരുകളുമില്ല. ഋഷിനാമാർത്ഥാവലി എന്നൊരു ഗ്രന്ഥമുണ്ട്. ഋഷിനാമ അർത്ഥാവലി. വെങ്കടമാധവൻ എന്ന ഒരു മഹാപണ്ഡിതൻ, ഋഷിയായ പണ്ഡിതൻ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. അത് ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് മറ്റ് യൂറോപ്യൻ ഭാഷകളിലേക്കും ഫ്രഞ്ച്, ജർമ്മൻ തുടങ്ങിയിട്ടുള്ള ഭാഷകളിലേക്കും അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ വസിഷ്ഠൻ എന്ന പേര് അദ്ദേഹത്തിന് വസിഷ്ഠൻ്റെ മാതാപിതാക്കൾ നൽകിയ പേരല്ല എന്നാണ്. അത് വസിഷ്ഠൻ രാഷ്ട്രത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലോകത്തിലെ തന്നെ ജ്ഞാനികളായ, ഭാരതത്തിലെ തന്നെ ജ്ഞാനികളായ
വ്യക്തികൾ നൽകിയിട്ടുള്ള വിശേഷ പേരാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അപ്രകാരം ഒരു വിശിഷ്ടമായ പ്രശസ്തമായ പേര് നൽകി? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് നൽകിയപ്പോൾ നമ്മുടെ ഷോഡശ സംസ്കാരങ്ങളിൽപ്പെട്ടതാണ് നാമകരണം. അപ്പോൾ നാമകരണത്തിന് അവർ നൽകിയിട്ടുള്ള പേര് പോരായിരുന്നോ? എന്തുകൊണ്ട് വസിഷ്ഠൻ എന്ന് അദ്ദേഹത്തിന് പേര് നൽകി എന്ന് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയും, ഇന്ത്യൻ എന്ന് വെച്ചാൽ ഭാരതീയം, ഭാരതീയമായ ജ്യോതിശാസ്ത്രത്തിലെ ആദ്യത്തെ 5 തത്വങ്ങളാണ് ഭാരതീയ 5 തത്വങ്ങളാണ് ഭാരതത്തിലെ ജ്യോതിശാസ്ത്രത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 5 തത്വങ്ങളും അടങ്ങുന്ന പ്രവർത്തന ശൃംഖലയെയാണ് ജ്യോതിശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷം എന്നാൽ ജ്യോതിശാസ്ത്രം എന്ന് തന്നെയാണ് അർത്ഥം. അല്ലാതെ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അസ്ട്രോണമിയും ജ്യോതിഷം എന്ന് പറയുന്നത് അസ്ട്രോളജിയുമാണ് എന്ന സങ്കല്പം പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ആത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം എന്നാണ്. അമരമായ ജ്യോതിഷത്തെക്കുറിച്ച് ജ്യോതിഷുകളെ സംബന്ധിക്കുന്ന പഠനവും ആ പഠനത്തിന് അനുസൃതമായ ഗവേഷണപരമായ നിശ്ചയങ്ങളും കണ്ടുപിടുത്തങ്ങളും എന്നർത്ഥം. അതിനെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അല്ലാതെ ജാതകം എഴുതുന്ന വിദ്യയല്ല ജ്യോതിഷം എന്ന് പറയുന്നു. ജാതകം എഴുതുന്ന വിദ്യ അതിൻ്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന, അതായത് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എപ്രകാരം, ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് എന്നർത്ഥമില്ല എന്ന് മനസ്സിലാക്കണം. അന്തരീക്ഷത്തിലെ തങ്ങളുടെ സ്ഥിതിയുടെ പ്രഭാവം കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തെ അനുഭവപരമായി സ്വാധീനിക്കാനും ഗ്രഹിക്കാനും കഴിവുള്ള, തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മനുഷ്യ ജീവിതത്തെ ഗ്രഹിക്കാൻ കഴിവുള്ളവയാണ് ഗ്രഹം എന്ന് പറയുന്നത്, അല്ലാതെ പ്ലാനറ്റ് അല്ല. അതുകൊണ്ടാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ചന്ദ്രൻ ഗ്രഹമാകുന്നത്. അല്ല, ചന്ദ്രൻ ഉപഗ്രഹമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. മനുഷ്യ ജീവിതത്തെ ഈ ചന്ദ്രന്റെ പ്രഭാവവും സാന്നിധ്യവും കൊണ്ട് ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ പ്രഭാവം കൊണ്ട് മനുഷ്യ ജീവിതത്തെയും ഭൂമിയെയും ഗ്രഹിക്കുന്നതിനാൽ ചന്ദ്രൻ ഗ്രഹം. പ്രഭാവേന ഗൃഹ്യതേ ഇത് ഗ്രഹ എന്നാണ് അതിൻ്റെ നിഷ്പത്തി. അല്ലാതെ നാട്ടിലെ ആളുകൾ വായി തോന്നിയത് പറഞ്ഞു നടക്കുന്നത് പോലെയല്ല. വായി തോന്നിയത് പറഞ്ഞു നടക്കാം, അതിൻ്റെ പേര് അത് ഒരു ക്രിമിനൽ കുറ്റമല്ല, അതിൻ്റെ പേരിൽ നടപടികളുമില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നടക്കാം, അങ്ങനെ പറഞ്ഞു നടന്നോളൂ. പക്ഷെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇതിന് പേരിട്ട ആളുകൾ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയും കൂടി വിചാരിക്കുന്നതിലാണ് സാംസ്കാരികമായ അപകടം പതിയിരിക്കുന്നത്. അപ്പോൾ നാം ധൈഷണികമായി ശാസ്ത്രീയമായി യൂറോപ്പിൻ്റെ അടിമത്തം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറ ധരിക്കാനിടവരും. അത് വളരെ അപകടകരമായ, വിപത്കരമായ, ജുഗുപ്സാവഹമായ ഒരു ധാരണയായിരിക്കും. ധൈഷണികമായി മറ്റൊരു രാഷ്ട്രത്തിൻ്റെ അടിമത്തത്തിന് വിധേയമായി നമ്മുടെ വീട്ടിൽ ജനിച്ച കുട്ടികൾ നമ്മുടെ മുറ്റത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ വിദ്യയുടെ, നമ്മുടെ ജ്ഞാനവിദ്യയുടെ മുറ്റത്ത് വളരുക എന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വിപത്തുണ്ടാക്കുന്ന ഒരു സംഗതിയായിരിക്കും. അവർ മാനസികമായി, ധൈഷണികമായി, ബുദ്ധിപരമായി, മേധാപരമായി അവർ മറ്റൊരു രാജ്യത്തിൻ്റെ ആരാധകനായിരിക്കും, മറ്റൊരു ഭൂഖണ്ഡത്തിൻ്റെ. ഇതാണ് ഇത്തരം വിവരമില്ലാത്ത ആളുകൾ പടച്ചുവിടുന്ന അപകടങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. രാഹു കേതുക്കൾ ഗ്രഹങ്ങളാണോ? നോ. അടുത്ത കാലത്തെങ്ങോ കണ്ടുപിടിച്ചിട്ടുള്ളതിനെ ആസ്പദമാക്കി പ്ലൂട്ടോ പി, ഹോണടിക്കുന്നത് പോലെ ഇരിക്കും. പി ഒരു ഗ്രഹത്തിനിട്ടിരിക്കുന്ന പേരാണ്. പിന്നെ ഒരുത്തൻ പ്ലൂട്ടോയാണ്. അതിന് പകരമാണ് നമ്മുടെ രാഹു കേതുക്കൾ എന്നാണ് ഇത് പഠിച്ച ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കും?
അപ്പോൾ ഇതിന് ഇപ്രകാരം ഒരു പേരിടാനുള്ള കാരണം എന്താണ്? ആ പേരിനെ സംബന്ധിച്ചുള്ള നിർവചനം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്താണ്? അതിൻ്റെ പിന്നിലുള്ള പ്രിസെപ്റ്റ് എന്താണ്? അതിൻ്റെ പ്രിസെപ്റ്റർ, അത് കണ്ടുപിടിച്ച ഗുരു ആചാര്യൻ അതിനെ സംബന്ധിച്ച് എന്ത് സങ്കല്പിച്ചിരിക്കുന്നു? അത് നമ്മുടെ ഖഗോളീയ ശാസ്ത്രത്തിൽ അതിനെന്ത് സ്ഥാനമാണുള്ളത്? ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വാ പൊളിക്കാവൂ. അല്ലാതെ ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ എന്ന് പറയുന്നത് വായിച്ചിട്ടല്ല. വരാഹമിഹിരന്റെ ബൃഹജ്ജാതക പദ്ധതി ഈ ദ്വാദശ ഭാവങ്ങളിൽ ഓരോ ഗ്രഹവും നിന്നാലുള്ള ഫലം പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചിട്ടല്ല നമ്മുടെ വാന നിരീക്ഷണ ശാസ്ത്രം പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തേത് കണ്ടുപിടിച്ച ആളാണ്. നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ ആദ്യത്തെ തത്വം കണ്ടുപിടിച്ച, അതായത് പ്രപഞ്ചത്തിന് വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തത്വം കണ്ടുപിടിച്ചയാൾ എന്നതുകൊണ്ട് വസുവിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് വസിഷ്ഠൻ എന്ന് പേര് കൊടുത്തു. ഈ ഭാരതരത്നം എന്ന് പേര് കൊടുക്കുന്നത് പോലെയല്ല. ഭാരത അമേധ്യം എന്ന് പറയത്തക്ക ആളുകൾക്കാണ് പലപ്പോഴും ഭാരതരത്നം എന്ന പേര് കൊടുക്കുന്നത്. അപ്പം അതിലേക്ക് കടക്കുന്നില്ല. എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരിവിടെ ഉണ്ട്. ഇപ്പോഴും ലോകത്തിന് അവർ ശാന്തമായി അവരുടെ ആശ്രമങ്ങളിൽ ഇരുന്നു കൊണ്ട് ത്യാഗപൂർണമായി ലോക സേവ ചെയ്യുന്ന, അവരെ ആരെങ്കിലും വിളിച്ചിട്ട് അവർക്ക് വേണ്ടെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ, സന്യാസിമാരുടെ രാജ്യമാണല്ലോ ഇത്, ഋഷിമാരുടെയും. അപ്പോൾ സന്യാസിമാരുടെ രാജ്യത്തിൽ ഇപ്പോഴും ആ പാരമ്പര്യമനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് അതാ ഞങ്ങളുടെ നാട്ടിൻ്റെ വർത്തമാനകാലത്തെ രത്നമായി അങ്ങയെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ നായകന്മാർക്ക് കഴിയാത്തിടത്തോളം ഭാരതത്തിന് ഒരു തരത്തിലുമുള്ള ഉത്ഗതിയും ഉണ്ടാവില്ല. ഉറപ്പായ സംഗതിയാണ്. അതിന് പകരം പന്ത് കളിച്ച് നടക്കുന്ന പിള്ളേരെ വിളിച്ചിട്ട് പന്ത് കളിക്കരുതെന്നല്ല ഈ പറയുന്നത്. പന്ത് കളിക്കുകയോ അത്യാവശ്യം കാശ് വെച്ച് ചീട്ട് കളിക്കുകയോ എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അവരെയും നമുക്ക് ആദരിക്കാം. എന്താണ്? അവര് ലോകത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് കുറച്ച് സമയം ആഹ്ലാദിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, നല്ല കളിക്കാര്. പിന്നീട് അവരെ ഇത്തരം വേദിയിൽ പറയാൻ കൊള്ളുകയില്ലാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ കാണിച്ച് സ്വന്തമായി കാശുണ്ടാക്കുന്നു. ഒത്തുകളി എന്നടിസ്ഥാനത്തിലാണ് പിന്നെ ഇവരെ ആദരിക്കുന്നത്. അങ്ങനെയും കാശുണ്ടാക്കുന്നു. അപ്പൊ അവരിൽ ഒരാളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള അനാവശ്യമായ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ട്, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒളിമ്പിക്സിൽ ഇല്ലാത്തൊരു കളിയാണ്. ഇങ്ങനെ പായസം ഇളക്കുന്നത് പോലത്തെ ഒരു കോല് വെച്ചുകൊണ്ട് ആ ഒരു പന്തിൽ തട്ടി പാള മുട്ടിന് വെച്ച് കെട്ടി കളിക്കുന്ന ആ കളി വളരെ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ ഇഷ്ടമായ കളി ഒളിമ്പിക്സിലില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒളിമ്പിക്സിലില്ലാത്തൊരു കളി ഭാരതത്തിൽ നിന്ന് ആരും ഒരു കളിയുമായിട്ട് ഒളിമ്പിക്സിൽ പോയിട്ട് ഒരു സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഞാനത് ശ്രദ്ധിക്കാത്ത ആളായതുകൊണ്ടാണ് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത്. ഭാരതത്തിൽ ഇത്തരം കളികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നാട്ടിന് പ്രയോജനമില്ലാത്ത കളികൾ കളിപ്പിക്കുന്ന സ്വഭാവക്കാരല്ല ഋഷിമാർ. അതുകൊണ്ട് ആ സംസ്കാരത്തിൽ അവരത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് ചതുരംഗ കളിയുണ്ട്. ആ കളി രാജാക്കന്മാർ കളിക്കുന്ന കളിയല്ല. നമുക്ക് വീട്ടിലിരുന്ന് നേരം പോക്കിന് വേണ്ടി കളിക്കാനുള്ള കളിയല്ല. അത് രാജാക്കന്മാർ കളിക്കുന്ന കളിയാണ്. എങ്ങനെയാണത് രാജാക്കന്മാരും രാജകുമാരന്മാരും കളിക്കുന്ന കളിയായത്? രാജകുമാരന്മാർക്ക് ചതുരംഗപ്പടയെ നീക്കി അന്യരാജ്യങ്ങളോട് രാജ്യരക്ഷയുടെ പേരിൽ യുദ്ധം ചെയ്യേണ്ടുന്ന സന്ദർഭം വരാം. അങ്ങനെ വരുമ്പോൾ യുദ്ധം ചെയ്തിട്ട് യുദ്ധം പരിശീലിപ്പിക്കാൻ ഒക്കില്ല. അപ്പൊ യുദ്ധം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ മാതൃകയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേളിയാണത്, രണകേളിയാണ്. അപ്പൊ ഇത് പഠിച്ചിരുന്നാൽ എപ്രകാരമാണ് ഒരു യുദ്ധം വരുമ്പോൾ യുദ്ധത്തിൽ ഈ 4 വിഭാഗം സേനകളെ നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച പരിശീലനപരമായ ജ്ഞാനം, പ്രായോഗികമായ ജ്ഞാനം രാജകുമാരന്മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ചതുരംഗക്കളി എന്ന അംഗം 4 തരത്തിലുള്ള അംഗങ്ങളോടുകൂടിയ കാലാൾ തുടങ്ങി
രഥപ്പട വരെയുള്ള പടകളെ നയിച്ചുകൊണ്ട് 4 വിഭാഗം പടകളെ നയിച്ചുകൊണ്ട് എപ്രകാരമാണ് യുദ്ധം ചെയ്യുന്നത്, എപ്രകാരമാണ് വെടിമരുന്നുകൾ പ്രയോഗിക്കുന്നത് എന്നുവരെയുള്ള യുദ്ധമുറകളാണ് പഠിപ്പിക്കുന്നത്. വെടിമരുന്ന് ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിച്ചത് ശുക്രമഹർഷിയാണ്. അദ്ദേഹത്തിന് അല്പം വാട്ടീസടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ശുക്രമഹർഷിക്ക് വലിയ ജ്ഞാനിയാണ്. കിട്ടിയാ വിടുകില്ല, തന്നെത്താൻ ഉണ്ടാക്കാനും അറിയാം. ഇവിടെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി കേരളത്തിൽ വന്നിട്ട് ബലരാമൻ മദ്യപാനം ശീലമാക്കിയത് ഇതാണ് ഇന്ത്യയുടെ സംസ്കാരത്തിലേക്ക് സംഭാവന ചെയ്തത്. വേണാ നദിയുടെ തീരത്ത് തളർന്നിരുന്നു രണ്ടുപേരും കൂടി. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, നിനക്ക് വെള്ളം കുടിക്കണോ? വേണ്ട. പക്ഷെ എനിക്ക് കുടിക്കണം, ഞാൻ ഇവിടെ എങ്ങാനും. അപ്പൊ നദിയിൽ വെള്ളമില്ല. അപ്പൊ നമ്മുടെ നദി വറ്റിപ്പോവുക എന്നിപ്പോ പെരിയാർ വറ്റിക്കിടക്കുന്നു. നദി വറ്റിപ്പോവുക എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നമൊന്നുമല്ല. സരസ്വതി നദി വറ്റിയേ പോയി. അതിന് കാരണം വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. നദീതീരത്ത് താമസിച്ചിരുന്ന നിഷാദന്മാർ ചെയ്തിട്ടുള്ള അക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെ നദി മിഥിലാപുരിയിൽ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ആ മിഥിലാപുരിയിൽ കൂടി പാതാളത്തിലേക്ക് ഒളിച്ചു പൊക്കളഞ്ഞു എന്നാണ് വ്യാസൻ എഴുതി വച്ചിരിക്കുന്നത്. അത് ഒരു മിത്താണ്. ആ മിത്തിനെ ഡീകോഡ് ചെയ്യുമ്പോൾ ഇന്ന് നാം ഈ പരിസ്ഥിതിയിൽ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരുക്കുകൾക്ക് എതിരായിട്ട് എഴുതിയ ഒരു കഥയാണ് അതെന്ന് മനസ്സിലാവും. ഇക്കോളജി പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു കഥയാണ്. ഓയിക്കോസ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. എനിക്കൊരു പ്രശ്നമുള്ളത്, ഒരിക്കലും ഈ തന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞ് ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് എന്ന് പറയുന്നതിന് പകരം ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന പദമാണ്. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം വീട്. അപ്പൊ വീട് നല്ലപോലെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ വീടിൻ്റെ ചുറ്റും ധാരാളം വൃക്ഷങ്ങളും പക്ഷികളും ഒക്കെ വേണം. അപ്പോൾ വീടിൻ്റെ ചുറ്റിനുമുള്ള മരങ്ങളും അല്ലെങ്കിൽ മൊത്തത്തിൽ സസ്യങ്ങളും പക്ഷികളും കൂടി ഈ വീടിൻ്റെ ഒരു റെഫ്രിജറേഷൻ പ്ലാന്റായിട്ട് പ്രവർത്തിക്കും. അപ്പൊ അന്തരീക്ഷത്തിൽ എത്ര ചൂടുണ്ടെങ്കിലും ഈ ചൂട് നമ്മെ ബാധിക്കില്ല. അപ്പൊ ഈ വാക്കെടുത്തിട്ടാണ്, ഈ ഓയിക്കോസ് എന്നുള്ള വാക്ക് എടുത്തിട്ടാണ് അത് പിന്നീട് ഇക്കോ എന്ന അർത്ഥത്തിൽ ഇക്കോസ്, OECOS, OE എന്ന് തന്നെയാണ് അതിന്റെ സ്പെല്ലിംഗ്. OECOS, OECOS. ഇത് AD 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് സംസ്കാരം ഇറ്റലിയിലേക്ക് വ്യാപിച്ച സമയമായ പറയാൻ കേട്ടോ. ഇറ്റലിയിലേക്ക് വ്യാപിച്ചപ്പോൾ ഈ പദങ്ങളും സംസ്കാരത്തോടൊപ്പം പഴയ ലാറ്റിൻ ഭാഷയിലേക്ക് വന്നു. ഇപ്പോൾ അതിന് ഇറ്റാലിയൻ ഭാഷ എന്നാണ് പറയുന്നത്. ലാറ്റിൻ ഭാഷയിലേക്ക് വന്നു. അപ്പൊ ലാറ്റിൻ ഭാഷയിൽ ഉച്ചരിച്ച് വൃത്തികേടാക്കിയതാണ് ഓയിക്കോസ് എന്നുള്ളത് ഈക്കോ എന്ന്. ആ ഈക്കോ എന്നുള്ളത് സായിപ്പെടുത്തിട്ട് ഈ മാറ്റിയിട്ട് അവൻ എ എന്ന് ഉച്ചരിച്ചു. എല്ലാ വാക്കുകളും തെറ്റായി ഉച്ചരിക്കുന്നതിൽ ഇത്രയും വിദഗ്ധന്മാരായ ഒരു ജനത സായിപ്പന്മാരെ പോലെ ലോകത്തിൽ വേറെയില്ല. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ മാനന്തവാടി എന്ന് പറയുന്ന, കേൾക്കുമ്പോൾ ഏതോ സ്ത്രീയെ ദേഷ്യത്തിൽ വിളിക്കുകയാണെന്ന് തോന്നും. ഈ വാടി പൊടി എന്നൊക്കെ അങ്ങനെ പറയുമല്ലോ. അപ്പൊ മാനന്തവാടി എന്നിങ്ങനെ നമുക്ക് തോന്നും. ഇത് സായിപ്പിന് വാപൊളിച്ച് ഉച്ചരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സായിപ്പ് ഉച്ചരിച്ച് മാൻറ്റഡി എന്നാക്കിക്കള്. അങ്ങനെയാണ് ഉച്ചരിച്ചിരുന്നത്. അതിൻ്റെ ഒരു ടേപ്പ് ഞാൻ കേട്ടു, വളരെ പഴയ ഒരു ടേപ്പ്. പലതും നമുക്ക് മനസ്സിലായില്ല. അപ്പൊ ഇത് മനസ്സിലായി, ഈ മാൻറ്റഡി എന്നുള്ളത്. അപ്പോൾ മാനന്തവാടി എന്നുള്ളത് മാൻറ്റഡി എന്ന് ഉച്ചരിച്ച് അങ്ങ് വൃത്തികേടാക്കിക്കള. ഇതുപോലെ നമ്മുടെ ഭാഷയിലെ പദങ്ങളും, കട്ടമരമുണ്ട്, കട്ടമരം. അത് മുങ്ങിപ്പോവില്ല. എത്ര കാറ്റും കോളും വന്നാലും കടലിൽ അത് പൊങ്ങി തന്നെ കിടക്കും. അപ്പൊ അതുമേ പിടിച്ചു കിടക്കാൻ പരിശീലനം ഉണ്ടെങ്കിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ കിടന്ന് മരിച്ചു പോകുക എന്നുള്ളതല്ല, അത് മുങ്ങിച്ചത്തു പോയില്ല. അതിൽ മീൻ പിടിക്കാൻ പോകുന്നയാൾ ചൂണ്ടയിടാനേ പറ്റുള്ളൂ. അതിനകത്ത് ചൂണ്ടയിട്ട് ധാരാളം മീനുകളെ പിടിക്കാൻ പറ്റും. അതാണ് കട്ടമരം. പൊങ്ങിക്കിടക്കുക, റബ്ബർ പോലെ ഇരിക്കും. ഈ വേളി കടപ്പുറത്തൊക്കെ കിട്ടുന്ന ഒരു മരമാണത്. അത് കൂട്ടിക്കെട്ടി അവര് കടലിൽ മീൻ പിടിക്കാൻ പോകും ഇവിടുത്തെ മുക്കുവന്മാർ. ഈ കട്ടമരമാണ് കറ്റാമരൻ.
നിങ്ങൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയോ ചേംബേഴ്സ് ഡിക്ഷണറിയോ എടുത്ത് നോക്കിക്കോളൂ, അതിനകത്ത് ഈ വാക്ക് കൊടുത്തിട്ടുണ്ട്. കെറ്റ മലയാളം വാക്കാണ്. അപ്പോൾ ആ മലയാളം വാക്ക് കട്ടമരം, കട്ട പോലെ ഇരിക്കുന്ന മരം, മോഷ്ടിച്ച മരത്തിനും കട്ടമരം എന്ന് പറയാം. കള്ളത്തടി, കട്ടുകൊണ്ടുവരുന്ന തടി. ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടെയാണ് ഈ കട്ടുകൊണ്ടുവരുന്നത്. ഈ മദ്യപാനം സിനിമയിലോ അല്ലെങ്കിൽ അതുപോലെ സീരിയലിലോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഉടനെ താഴത്ത് ഇങ്ങനെ എഴുതി കാണിക്കണം, മദ്യപാനം ആരോഗ്യത്തിന് ഗുണകരം എന്നെഴുതി കാണിക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടാണ്, നിയമം. പിന്നെ ഇതങ്ങോട്ട് നിരോധിച്ചുകൂടെ? അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് തിരിഞ്ഞു നിന്ന് ജനങ്ങളെ വഞ്ചിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് ആ കാണുന്നത്. ഇഷ്ടം പോലെ നിങ്ങൾ മേടിച്ച് കുടിച്ചോളൂ, എന്നിട്ട് ആരോഗ്യം ഒന്ന് നശിപ്പിച്ചോളൂ എന്നതിനുള്ള ലൈസൻസാണ് ആ എഴുതി കാണിക്കുന്നത്. ഇതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. എത്രാം തീയതി എത്ര ടൺ മരം എത്ര ലോറികളിൽ കയറ്റിക്കൊണ്ടുപോകും കളവായിട്ട് എന്നുള്ള വിവരം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന, ഇവിടെ ഇപ്പോൾ ഫോറസ്റ്റിൽ പ്രവർത്തിക്കുന്നവരാരും ഉണ്ടാകില്ല. എന്നെ നിങ്ങൾ തല്ലുകൊള്ളാതെ ഇവിടെ നിന്ന് കയറ്റി വിടണം കേട്ടോ. എല്ലാവർക്കും അറിയാം, സർവ്വ ആളുകൾക്കും അറിയാം അതാര് കൊണ്ടുപോകുന്നു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു, അതിൻ്റെ പിന്നിൽ ആരെല്ലാം ഉണ്ട്. അന്വേഷിച്ച് വന്ന് ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ ലോറികൾ തനിയെ ഓടിച്ചെല്ലുകയും മരങ്ങളെല്ലാം തനിയെ വെട്ടപ്പെട്ട അടുക്കടുക്കായി ലോറിയിൽ കയറി ഇരിക്കുകയും എന്നിട്ടിങ്ങനെ മരങ്ങളുടെ നിർബന്ധം കൊണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അന്വേഷിച്ച് ചെന്നാൽ വിവരം കിട്ടുക. വേറെ ഒരു വിവരം കിട്ടില്ല. അപ്പം അതുപോലെ കട്ട തടിയുണ്ട്, ആ തടിയല്ല, ആ കട്ടമരമല്ല ഇത്. അപ്പോൾ ഇതെടുത്തിട്ട് കെറ്റാമരൻ എന്ന് ഉച്ചരിച്ച് വൃത്തികേടാക്കി ഈ ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പറഞ്ഞു വന്നത്, ഈ ഓയിക്കോസ് അത് സായിപ്പെടുത്ത് എക്കോ എന്നാക്കി. എന്നിട്ട് ഗ്രീക്ക് തന്നെ ഒരു വാക്ക് ചേർത്ത് ഇക്കോളജി, അതാണിപ്പോൾ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞ് കെട്ടിയിരുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനി വേറെ ഒരു രസകത്വമുള്ളത്, ഈ ഗ്രീക്ക് ഭാഷയിലെ ഓയിക്കോസ് എന്നുള്ളത് അവസാനത്തെ പ്രത്യയം മാറ്റിയാൽ ഓയിക്കോ എന്നാണ്. ഈ ഓയിക്കോ എന്നത് ഋഗ്വേദത്തിലെ ഒരു വാക്കാണ്. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കതിന് ഇയാൾക്ക് ഇത് ഋഗ്വേദം തന്നെയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും. ആ ഋഗ്വേദത്തിലെ ഒരു വാക്കാണ്. ആ വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുമായിരിക്കും. ഓക്കസ് എന്നാണ്. ഓക്കസ് സകാരാന്തമാണ്. ഓക്കസ് എന്ന് വെച്ചാൽ ചുറ്റുപാട് എന്നർത്ഥമാണ്. അതുകൊണ്ട് ഇതിന് കാത്യായന ശില്പസൂത്രത്തിൽ, കാത്യായന ശില്പസൂത്രത്തെക്കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് തന്നെ വേറെ വഴിക്ക് പോകാനാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ പോകുന്നില്ല, നിയന്ത്രിക്കുന്നു. ഈ ശില്പസൂത്രത്തിൽ ഓഗസ് തന്ത്രം എന്നീ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് കാത്യായനൻ. അദ്ദേഹം ഒരു വൈയാകരണനായിരുന്നു. വൈയാകരണനല്ലാത്ത കാത്യായനനുണ്ട്. 3-4 ഓളം കാത്യായനന്മാരെ നമ്മുടെ സംസ്കാരത്തിൽ കാണാം. ഇതാണ് ഈ ഓഗസ് തന്ത്രം. 1862 ആണ്ടോർത്തതാണ്. അതാണ് ഒരു മൂളൽ വന്നു. 1862 എഴുതപ്പെട്ട വാൾഡൻ എന്ന ഡേവിഡ് ഹെൻറി തോറോ എന്ന അമേരിക്കക്കാരൻ്റെ ഗ്രന്ഥത്തിലാണ് ആദ്യമായി പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ് എന്ന വസ്തുത സായിപ്പന്മാർക്ക് ആ സായിപ്പ് പറഞ്ഞു കൊടുക്കുന്നത്. വാൾഡൻ എന്നാണ് കൃതിയുടെ പേര്. WALDEN, വാൾഡൻ. ഫോറസ്റ്റ് ഹൗസ് എന്നർത്ഥം. ഫോറസ്റ്റ് ഹൗസ് എന്നർത്ഥം. നമ്മുടെ ആശ്രമം എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഇട്ട പേരാണത്, വാൾഡൻ, ആശ്രമം. അപ്പോൾ ആശ്രമങ്ങളാണ് പരിസ്ഥിതികളെ സംരക്ഷിക്കുന്നത് എന്ന ഭാരതീയ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായതാണ് അദ്ദേഹത്തിൻ്റെ ആ കൃതി. അദ്ദേഹം 49-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ വാൾഡൻ എന്ന് പറഞ്ഞിട്ടൊരു നദിയുമുണ്ട്. ഈ വാൾഡൻ നദിയുടെ തീരത്ത് അദ്ദേഹം സ്ഥലം വാങ്ങിയിട്ട് അവിടെ മനുഷ്യൻ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന ഭാരതീയ സിദ്ധാന്ത പ്രകാരമുള്ള ഒരു ജീവിത രീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഈ ഡേവിഡ് ഹെൻറി തോറോ. ഇത് 1862. അതാണ് ഈ ഓഗസ്റ്റ്. അപ്പോൾ വസിഷ്ഠന് എപ്രകാരമാണ് അങ്ങനെ ഒരു പേര് വന്നത്,
ആ പേര് വരാനുള്ള കാരണം അദ്ദേഹം കണ്ടുപിടിച്ച വാനനിരീക്ഷണ ശാസ്ത്രമാണ്. ആ വാനനിരീക്ഷണ ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തം രണ്ടോ മൂന്നോ വാക്യത്തിൽ പറയാം. ഒന്ന്, പരമാണുവിന്റെ രൂപം വിംശതിഭുജ ക്ഷേത്രമാണ്. ഇതാണ് വസിഷ്ഠൻ കണ്ടുപിടിച്ചത്. പരമാണുവിന്റെ രൂപം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ടോ 1000 ഇരട്ടി വലിപ്പത്തിലാക്കിയോ വിപുലീകരിച്ചോ പോലും കാണാൻ സാധ്യമല്ലാത്ത ആ പരമാണുവിന്റെ രൂപം വിംശതി ഭുജക്ഷേത്രമാണ്. വിംശതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 20 ഒരു ത്രികോണം ത്രിഭുജക്ഷേത്രമാണ്. അപ്പൊ അതിന് 3 മൂലകളുണ്ടായിരിക്കും. ഇപ്രകാരം 20 മൂലകളോട് കൂടിയ ക്ഷേത്രം രൂപം. ഒരുപാട് അർത്ഥമുള്ള വാക്കാണ് ക്ഷേത്രം. അപ്പോൾ 20 മൂലകളോട് കൂടിയ ഒരു രൂപമാണ് പരമാണു. 20 മൂലകളോട് കൂടിയ ഒരു രൂപമാണ് ഒരു ബ്രഹ്മാണ്ഡം, ഒരു കോസ്മോസ്. അത്തരം ധാരാളം കോസ്മോസുകളെ ഉൾക്കൊള്ളുന്ന മെഗാ കോസ്മോസുകളുണ്ട്. മെഗാ സ്റ്റാർ എന്ന് പറയുന്നത് പോലെ, അത് ചുമ്മാ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോസ്മോസുകളുണ്ട്. അതിനെയും ഗ്രസിച്ചു നിൽക്കുന്ന അതിനേക്കാളും വലിയ കോസ്മോസുകളുണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നറിഞ്ഞുകൂടാ. അസ്യ ബ്രഹ്മാണ്ഡസ്യ സമന്തത ഏതാന്യഥാദൃശാന്യ അനന്ത കോടി ബ്രഹ്മാണ്ഡാനി ജ്വലന്തി. ഇത്തരം അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ചത് കാലം നിർണയിക്കാൻ വയ്യാത്തത്ര പ്രാചീനതയുടെ അതിവിദൂരതയിൽ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമാണ്. ഇപ്പോഴാണ് ശാസ്ത്രജ്ഞന്റെ പേര് പറയാം, അലൻ ഗൂത്ത് എന്നാണ്. GOOTHALLEN, അലൻ ഗൂത്ത് പറഞ്ഞത് പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന, നമ്മുടെ പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന എന്ന് വെച്ചാൽ 14,000 കോടി സൗരയൂഥങ്ങളുള്ള പ്രപഞ്ചങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രപഞ്ചമായ നമ്മുടെ സൗരയൂഥം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം. അതിനകത്ത് 14,000 കോടി സൗരയൂഥങ്ങളുണ്ട്. ഇതിലെ ഈ 14,000 കോടി സൗരയൂഥങ്ങളുള്ള പ്രപഞ്ചത്തിലെ 96% ദ്രവ്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹം അതിന് പേരിട്ടു ഡാർക്ക് മാറ്റർ, അജ്ഞാത ദ്രവ്യം. അത്രയും തന്നെ ഊർജവും പ്രപഞ്ചത്തിലുണ്ട്. ആ ഊർജവും എങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ സ്ഥിതി എന്ത് എന്നും ശാസ്ത്രജ്ഞന്മാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിന് ഡാർക്ക് എനർജി എന്ന് അദ്ദേഹം പേരിട്ടു. അജ്ഞാത ഊർജം, ഇരുണ്ട ഊർജം എന്നാണ് അത് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തർജ്ജമ തെറ്റാണ്. അജ്ഞാത ഊർജം, നമുക്ക് അറിഞ്ഞുകൂടാ ആ ഊർജത്തിന്റെ ശക്തിയെക്കുറിച്ച് എന്ന് പേരിട്ടു. അപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് മനുഷ്യന് സമാർജിക്കാവുന്ന അറിവും ഇതുവരെ സമാർജിച്ചിട്ടുള്ള അറിവും ശാസ്ത്രം വഴി 4%. ബാക്കി 96% സംബന്ധിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലെ 2ാം ദശകത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് 13-14 ആകാൻ പോകുന്നു. അപ്പോൾ 2ാമത്തെ ദശകത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2ാമത്തെ ദശകത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അതായത് ജനീവയിലെ ശാസ്ത്രീയമായ ഈ കണികാ പരീക്ഷണത്തിൻ്റെ ശാസ്ത്രീയമായ പ്രവർത്തനത്തിനും അതിൻ്റെ പരീക്ഷണത്തിനും ഒരു വിഭാഗത്തിന് അതിൻ്റെ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന കണഭൗതികത്തിൻ്റെ ഡയറക്ടറുടെ പേരാണ് ഈ അലൻ ഗൂത്ത്. അദ്ദേഹം പറഞ്ഞതാ, ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കെയാണ് വസിഷ്ഠൻ കാലം നിർണയിക്കാൻ വയ്യാത്തത്ര മഹാവിദൂരത്തിൻ്റെ ശുഭകരമായ ഭാവിയിൽ പ്രപഞ്ചത്തിൻ്റെ കാരണമായ ആദിമ തത്വത്തെക്കുറിച്ച് പറഞ്ഞത്, പരമാണുവിനെ കുറിച്ച്. അപ്പോൾ പരമാണുവിൻ്റെ ഈ രൂപഘടന തന്നെയാണ് എന്തിൻ്റെ ഈ രൂപഘടന? ഒരു ഗോളത്തിൻ്റെ രൂപഘടന. നമ്മളത് ഭൂതക്കണ്ണാടിയിൽ നോക്കുമ്പോൾ ഗോളരൂപത്തിൽ നമുക്ക് തോന്നുന്നു എന്നേ ഉള്ളൂ. അത് നമ്മുടെ തോന്നലാണ്. അതിൻ്റെ രൂപം അങ്ങനെയല്ല ഇരിക്കുന്നു. ഈ 20 മൂലകളോടുകൂടിയ ഏത് ചെറിയ രൂപവും നോക്കുന്നയാളിന്, ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുന്നയാളിന് ഗോളരൂപത്തിൽ തോന്നും. അങ്ങനെയാണ് ഇതെല്ലാം ഗോളരൂപമാണെന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്
ബ്രഹ്മാണ്ടമെന്നും പിണ്ടാണ്ടമെന്നും ഇദ്ദേഹം കൊടുത്ത പേരാണ്. ഇദ്ദേഹം ഈ വസിഷ്ഠൻ കൊടുത്ത പേരാണ്. ഈ വസിഷ്ഠൻ നമ്മുടെ വ്യാസമഹർഷിയുടെ ആരായിട്ട് വരും? ഈ മഹാഭാഗവതത്തിലെ ഭൂരിഭാഗം കഥകളും അതിനു മുമ്പേ തന്നെ മഹാഭാരതത്തിൽ രചിച്ചു വച്ചിരുന്ന കൃഷ്ണ ദ്വൈപായന അപരാന്തക വേദവ്യാസൻ എന്ന് നാമധേയമുള്ള വ്യാസന്റെ അച്ഛന്റെ 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 അച്ഛനാണ്. അതുകൊണ്ടാണ് വ്യാസം വസിഷ്ഠ നപ്താരം, വസിഷ്ഠന്റെ നപ്താരം, വസിഷ്ഠന്റെ നപ്താവ്, പേരക്കുട്ടിയുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം അദ്ദേഹത്തെ സന്ധ്യാസമയങ്ങളിൽ സ്മരിക്കുന്നത്. സന്ധ്യാസമയങ്ങൾ എന്ന് പറഞ്ഞാൽ കാലത്തും വൈകുന്നേരവും സ്മരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. സ്മരിച്ചില്ലെന്ന് വെച്ചിട്ട് ഭക്ഷണത്തിന് മുട്ടൊന്നും വരാൻ പോകുന്നില്ല. ആ വ്യാസന്റെ കഥയെടുത്താണ് ഞാനിത് പറഞ്ഞു വന്നത്. എവിടെ നിന്നാണ്? ആ ഋഷിനാമത്തെക്കുറിച്ച് പറഞ്ഞതിൽ നിന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഋഷിനാമങ്ങൾക്ക് അവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചുവോ ആ മേഖലയിൽ അവർ നൽകിയിട്ടുള്ള അമൂല്യമായ അനർഘമായ സംഭാവനയുമായി നേരിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണ് ആ പേര് വന്നത്. അത് അച്ഛനമ്മമാരിട്ട പേരല്ല. പക്ഷേ വ്യാസന്റെ പേര് നമുക്കറിയാം. വ്യാസന്റെ പേര് അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ കൽക്കരിയുടെ നിറമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്പൻ എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ സത്യവതി പേരിട്ട്. കർമ്പൻ എന്നതിൻ്റെ സംസ്കൃത വാക്കാണ് കൃഷ്ണൻ. വേറെ അതിന് അനേകം അർത്ഥങ്ങളുണ്ട്, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ വ്യാസന്റെ പേര് തന്നെയാണ്. മഹാഭാരതൻ വ്യാസൻ എഴുതിയത് തന്നെയാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വെറുതെ തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് നമ്മുടെ സംസ്കാരത്തിന് ഒരടിസ്ഥാനമില്ല എന്ന് വരുത്താൻ വേണ്ടി ഉണ്ടാക്കിവിട്ട തർക്കമാണ്. 28 വ്യാസന്മാരുണ്ടെന്നാണ്. 28 വ്യാസന്മാരുണ്ടെന്നുള്ളത് വസ്തുതയാണ്. വിഷ്ണു പുരാണത്തിൽ 28 വ്യാസന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 28ാമത്തെ വ്യാസനാണ് മഹാഭാരതം രചിച്ച വ്യാസൻ. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണ ദ്വൈപായന അപരാന്തക വേദവ്യാസൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കഥയാണ് കൗരവ പാണ്ഡവന്മാരുടെ കഥ. അതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും മഹനീയമായ കഥയായിട്ട് കൃഷ്ണന്റെ കഥയായി പ്രവചനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഭാഗവതത്തിലെ ഭാഗവത ധർമ്മം എന്ന പ്രശസ്തമായ അനുഭൂതി അല്ലെങ്കിൽ അനുഷ്ഠാന രീതി നാരായണീയ ധർമ്മം എന്ന നിലയിൽ വ്യാസൻ മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്നതാണ്. അവിടെ പേര് ഈ ഭാഗവത ധർമ്മത്തിന് നാരായണീയ ധർമ്മം എന്നാണ്. എപ്രകാരമാണ് നാരായണന്റെ ഉൽപ്പത്തി? എന്താണ് നാരായണൻ? നാരായണൻ എന്നത് ഒരു വ്യക്തിയാണോ? നാരായണൻ എന്നത് ഒരു ശക്തിക്ക് കൊടുത്ത പേരാണോ? നാരായണൻ എന്നത് ഒരു ഊർജമാണോ? നാരായണൻ എന്നത് ഒരു ചൈതന്യമാണോ? നാരായണന് ഒരു വ്യക്തി സ്വരൂപമുണ്ടോ? അങ്ങനെ വ്യക്തി സ്വരൂപമുണ്ടെങ്കിൽ ആ നാരായണന് കുടുംബജീവിതമുണ്ടോ? കുടുംബജീവിതം ഉണ്ടെങ്കിൽ ആ കുടുംബജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഏതേതെല്ലാം പ്രതീകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഗൗതമ മഹർഷിയുടെ സിംബോളിക് മാത്തമാറ്റിക്സിലേക്ക് കിടക്കും ആ ചിന്ത. അവിടെ നമുക്ക് മനസ്സിലാവാതെ നാം അത് നിർത്തിക്കളയും. അതിന് സിംബോളിക് മാത്തമാറ്റിക്സ് പഠിക്കണം. സിംബോളിക് മാത്തമാറ്റിക്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെന്താണ് ആളുകൾക്ക് അറിഞ്ഞുകൂടാത്തത്? നമുക്ക് പഠിക്കാൻ താല്പര്യമില്ലേ? നിങ്ങൾ ആരെങ്കിലും നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് പല്ല് തേക്കുന്നതിന് മുതലേ കാപ്പ് കുടിക്കും, നല്ല കാര്യം. പല്ല് തേക്കുന്നതിന് മുതലേ ഒരു കട്ടൻ കാപ്പി അടിച്ച് ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം തളരാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് ആളിക്കത്തും. അങ്ങനെ ഇന്ദ്രിയങ്ങൾ തളർന്നിരിക്കുമ്പോൾ ആരെങ്കിലും വിചാരിക്കാറുണ്ട്, ഈ സിംബോളിക് മാത്തമാറ്റിക്സ് പഠിക്കാൻ എന്താ ഒരു മാർഗം? ഏതെങ്കിലും ഒരു പ്രാന്തൻ ആരും ചിന്തിക്കില്ല. ആരെങ്കിലും അബദ്ധവശാൽ ചെന്ന് അതിനകത്ത് MBAക്ക് പഠിക്കുന്ന ആളുകൾക്ക് അതിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് MBAക്ക് പഠിക്കുമ്പോഴാണ്. ഏത് പ്രധാനമായിട്ട് MBA എടുത്താലും MBAക്ക് ചിലതിന് MBAക്ക് സിംബോളിക് മാത്തമാറ്റിക്സ് ഒരു പേപ്പറായിരിക്കും. പിന്നെ എൻജിനീയറിങ്ങിൻ്റെ മാസ്റ്റർ ഡിഗ്രിക്ക് പോകുമ്പോഴും ഈ സാധനം ഇങ്ങനെ വരും. അതായത് ബീജങ്ങൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അക്കങ്ങൾ കൊണ്ടുമുള്ള ഗണിതഹരണ സങ്കലന വ്യപകലന ഗണിതഹരണ ക്രിയകൾ കൂടാതെ സിംബൽ കൊണ്ട് നടത്തുന്ന ഹരണഗുണനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അത് ഡീകോഡ് ചെയ്യണം.
ഡീസൈഫറിങ് ഓർ ഡീകോഡിങ് എന്ന് പറയും അതിനെ. അത് ഡീകോഡ് ചെയ്യുമ്പോൾ, ആ സിമ്പിൾ ഡീകോഡ് ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ അർത്ഥം പിടികിട്ടുള്ളൂ. എന്നിട്ട് അതിനെ സാധാരണ മാത്തമാറ്റിക്സിലേക്ക് മാറ്റണം. ഇങ്ങനെ വരുന്ന സംഗതിയാണ്. ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് യേശുക്രിസ്തു ജനിച്ചതിനെ ആസ്പദമാക്കിയാണല്ലോ പാശ്ചാത്യന്മാരുടെ കാലഘടന. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഗൗതമൻ, അഹല്യയുടെ ഭർത്താവായ ഗൗതമനല്ല, അത് വേറെ ഗൗതമനാണ്. പുള്ളിക്കാണ് അബദ്ധം പറ്റിയത്. ഇത് അബദ്ധം പറ്റാത്ത ഗൗതമൻ. ആ ഗൗതമ മഹർഷി അതൊരു ഋഗ്വേദത്തിലെ ഒരു സങ്കല്പത്തെ പിന്നീട് കഥയാക്കി മാറ്റിയതാണ് ഈ അഹല്യയുടെ കഥ. അത് പോട്ടെ. ഈ ഗൗതമ മഹർഷിയാണ് ലോകത്തിൽ ഇന്നും ആളുകൾക്ക് കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ന്യായസൂത്രങ്ങൾ എന്ന തർക്കശാസ്ത്ര ഗ്രന്ഥം രചിച്ചു വച്ചിരിക്കുന്നത്. തർക്കശാസ്ത്രത്തിന് അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിച്ചു വന്നിരുന്ന തർക്കശാസ്ത്രം ഇന്നിപ്പോ വിറ്റ്ഗൻസ്റ്റൈൻ എന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫിലോസഫറും അതുപോലെ തന്നെ മാത്തമാറ്റീഷ്യനുമായ വിറ്റ്ഗൻസ്റ്റൈൻ എന്ന അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്കൽ വർക്കിൽ, ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൽ വന്നു നിൽക്കുകയാണ്. അങ്ങനെ വന്നു നിൽക്കുമ്പോഴും ഇതിൻ്റെ തർജ്ജമ വായിച്ച ഏതിൻ്റെ, നമ്മുടെ ഗൗതമ മഹർഷിയുടെ, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ തന്നെ എത്ര പേരായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ഒരാൾ മഹാഭാരതം കഥ വായിച്ചിട്ട് കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് അതിൽ നിന്ന് കണ്ടെത്തിയത് പാഞ്ചാലി ഭർത്താക്കന്മാരെ എപ്രകാരം ഓരോ വർഷത്തിലും സ്വീകരിച്ചിരുന്നു എന്നത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് മഹാഭാരതം എന്നാണ് കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് അതിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ, ആ നോവലിസ്റ്റിൻ്റെ ദാർശനിക പ്രതിഭയെക്കുറിച്ച് നമ്മളെ തന്നെത്താനടിച്ച് കരയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. അതിനുവേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതേ അല്ല. അഡൽഫോഗമി എന്നാണ് അതിനെ പറയുന്നത്. അഡൽഫോഗമി എന്ന് വെച്ചാൽ ധാരാളം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്ന ഒരു സാമൂഹിക സമ്പ്രദായം മാറി അത് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് സ്ഥാപിക്കാനോ അത് കാണിക്കാനോ അല്ല. പഞ്ചേന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും, ഇന്ദ്രിയ വിഷയത്തെയാണ് അവിടെ പാഞ്ചാലിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെയാണ് പാണ്ഡവന്മാരായി സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്ലെയിൻ, അങ്ങനെ ഒരു അർത്ഥത്തിൻ്റെ തലം ആ ഗ്രന്ഥത്തിനുണ്ട്. അത് നമുക്ക് അർത്ഥം പറഞ്ഞ് കൃത്യമായി സംയോജിപ്പിക്കുകയും ചെയ്യാം. അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ബഹ്വർത്ഥ സുഘടിതമായി രചിക്കപ്പെട്ടിട്ടുള്ള, ലോകത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കൃതി ആർക്കും രചിക്കാൻ പറ്റാത്ത വിധത്തിൽ സമ്പൂർണമായും സമഗ്രമായും രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് മഹാഭാരതം. അപ്പം അതിലേക്കൊക്കെ പാഞ്ഞു കയറിയിട്ട് അതിൻ്റെ ഒരു തരത്തിലുമുള്ള അർത്ഥം മനസ്സിലാക്കാതെ അതിനെ സംബന്ധിച്ച് നോവലെഴുതി ആളുകളെ വഴിപിഴപ്പിക്കുക എന്നുള്ളത് ഒരു സാംസ്കാരികമായ പാപമാണ്. അങ്ങനെയാണ് നമ്മുടെ ആളുകൾ അതിനെക്കുറിച്ചെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനദർശനത്തിന് കാരണമായ കോസ്മോളജി അല്ലെങ്കിൽ പ്രപഞ്ചശാസ്ത്രത്തിലെ ഒന്നാമത്തെ തത്വം ഈ പരമാണു തത്വമാണ്. ഈ പരമാണു തത്വവും പരമാണുവിൻ്റെ രൂപവും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ദൃശ്യതയും അതിൻ്റെ അദൃശ്യതയും അതിന് പിന്നീട് ഏതെല്ലാം തരത്തിലുള്ള പെരുക്കങ്ങളും ആ പെരുക്കങ്ങളിൽ നിന്നെല്ലാം ഏതെല്ലാം തരത്തിലുള്ള അസംഖ്യേയമായ ദ്രവ്യ സഞ്ചയങ്ങളും അതിൽ നിന്ന് പിന്നീട് ജീവിയും അത്തരം അനേകം ജീവജാലങ്ങളും എപ്രകാരമുണ്ടായി എന്നതിനെ സംബന്ധിക്കുന്ന അതാണ് ഈ പ്രപഞ്ചശാസ്ത്രത്തിലെ ഒന്നാമത്തെ ഭാഗം. ആ പ്രപഞ്ചശാസ്ത്രത്തിലെ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്നാണ് ജ്ഞാനദർശനത്തിൻ്റെ ഒന്നാമത്തെ തത്വം എടുത്തത്. ആ ഒന്നാമത്തെ തത്വമാണ് ബ്രഹ്മതത്വം. ഈ ബ്രഹ്മതത്വത്തെ ഭക്തിയിലൂടെ മനുഷ്യരിൽ സാക്ഷാത്കരിച്ച് തരാനാണ് ഭാഗവതകാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷാത്കരിക്കാൻ സാധിക്കും. പക്ഷെ നാം ആ ഭക്തിയുടെ മൊന ഒന്ന് മുറിച്ചിട്ട് അത് വീണ്ടും കൂർപ്പിച്ച് ആ ഭക്തിയെ നിഷ്കാമ ഭക്തിയിലേക്ക് നീട്ടണം. നിഷ്കാമ ഭക്തി എന്താണെന്ന് അറിയുന്നതിന് നാരദൻ്റെയും ശാണ്ഡില്യൻ്റെയും ഭക്തി സൂത്രങ്ങളുണ്ട്, അവയുടെ വ്യാഖ്യാനങ്ങളുണ്ട്. അത് മലയാളത്തിലും ലഭ്യമാണ്.
അത് വായിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ ചിട്ടകൾ വരുത്തണം. ജീവിതത്തിൽ ചിട്ടകൾ വരുത്തുന്നില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പോൾ ബ്രഹ്മതത്വം എന്നത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ ഒന്നാമത്തെ തത്വമാണ്. ആ ബ്രഹ്മതത്വം എന്ന ജ്ഞാനതത്വത്തിലേക്ക് നാം പ്രവേശിച്ചാൽ നമുക്കുണ്ടാകുന്നത് ദുഃഖരാഹിത്യമാണ്. കാരണം പ്രപഞ്ചത്തെ എപ്രകാരം തിരുത്തണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ്? പ്രപഞ്ച നിർമ്മാണത്തിൽ നാം പങ്കാളികളായിരുന്നില്ല. അപ്പോൾ പ്രപഞ്ച നിർമ്മാണത്തിൽ പങ്കാളികളായ ആളുകൾക്കാണ്, അതായത് പ്രപഞ്ചം നിർമ്മിച്ച ടെക്നോളജി അറിയുന്ന ആളുകൾക്ക് പ്രപഞ്ചത്തിന് പിന്നീട് പറ്റുന്ന കേട് പോക്കാനൊക്കെ ഉള്ളൂ. ഈ ടി വി പണിഞ്ഞവനും അല്ലെങ്കിൽ പണിയാൻ അറിയുന്നവനെ ടി വിയുടെ കേടുപോക്കാൻ സാധിക്കും. അപ്പം അതിന് ടി വിയുടെ എഞ്ചിനീയറിംഗ് അറിയണം. നമുക്ക് പ്രപഞ്ച നിർമ്മാണത്തിൻ്റെ, പ്രപഞ്ചം മാനുഫാക്ചർ ചെയ്തതിൻ്റെ എഞ്ചിനീയറിംഗ് അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ല. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിൽ പരിഷ്കാരങ്ങളും നടത്താനോ കേടുപോക്കാനോ നമുക്ക് സാധ്യമല്ല. നമുക്ക് സാധിക്കുന്നത് എന്താണ്? പ്രപഞ്ചം എങ്ങനെയും നിൽക്കട്ടെ, നമുക്കുള്ള കേടുകൾ എന്താണെന്ന് നോക്കിയിട്ട് നമ്മുടെ കേട് പോക്കിയിട്ട് ആനന്ദകരമായി നമുക്ക് ജീവിക്കാം. അതിനുള്ളതാണ് ഭക്തി. അപ്പോൾ ഭക്തിയിലൂടെ നാം എങ്ങോട്ടെത്തും? ഭക്തി അതിൻ്റെ ഒരു മാർഗമാണ്, ലക്ഷ്യമില്ല. ഭക്തിയിലൂടെ നാം ഈ ബ്രഹ്മതത്വം എന്ന് പറയുന്ന ഏകതത്വത്തെ ജ്ഞാനാത്മകമായി സാക്ഷാത്കരിക്കും. അങ്ങനെ സാക്ഷാത്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപൂർണമായ ജീവിതം ഉണ്ടാകും, സുഖകരമായ ജീവിതം ഉണ്ടാകും. അയാളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ദുഃഖിതന്മാർക്ക് സുഖമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും, ആനന്ദമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും.